ഇനി ഈ വീഡിയോ വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞെങ്കിലും ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ കാർഡ് ഉണ്ടാക്കിയാലോ? നമ്മുടെ ബർത്ത്ഡേ എല്ലാ പ്രാവശ്യത്തെയും പോലെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ആഘോഷിച്ചു. വിഷ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പറയുന്നത് കേട്ടാത്തൊന്നും കൊട്ടക്കണക്കിന് വിഷസും ഗിഫ്റ്റും കൊണ്ട് എന്നെ മൂടിയെന്ന്. എനിക്ക് 2 പേര് എന്നെ ബർത്ത്ഡേ വിഷ് ചെയ്തിരുന്നു. അതെനിക്ക് വളരെ പ്രീഷ്യസ് ആണ്. യൂട്യൂബിൽ നിന്ന് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ വിഷസ് ആണ്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അവർ ഈ വീഡിയോ കാണുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ കൂട്ടുകാർക്കൂടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ. 3 കട്ടിയുള്ള പേപ്പർ, ഏതെങ്കിലും പശ, കത്രിക, പിന്നെ ഇതേപോലെ കളർ കൊടുക്കാൻ ഏതെങ്കിലും ഒരു സ്കെച്ചോ പെയിന്റോ അല്ലെങ്കിൽ ഇതേപോലെ സോഫ്റ്റ് പേസ്റ്റലോ എന്തെങ്കിലും ഒന്ന്. ഇത്രയും സാധനങ്ങൾ മതി ഈ ഒരു കാർഡ് ചെയ്തെടുക്കാൻ. ആരുടെയെങ്കിലും ഒരു സ്പെഷ്യൽ ഡേക്ക് ഇതേപോലെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തെടുത്ത ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെ ഒരു സുഖം അത് വേറെ ഒന്നാണ് കേട്ടോ. അത് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും എനിക്ക് അങ്ങോട്ട് കൊടുത്ത് ആളുകളുടെ സന്തോഷം നേരിൽ കണ്ട അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ്. കാശ് കൊടുത്ത് വാങ്ങിയ ഗിഫ്റ്റിനേക്കാളും അവർക്ക് കൂടുതൽ സ്പെഷ്യൽ ഇതൊക്കെ ആയിരിക്കും. എല്ലാവരും ഇങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ചിലർക്കൊക്കെ ഇതേപോലെ എന്തെങ്കിലും ഉടായ്പ കൊണ്ട് എന്നാൽ വലിച്ചു ചുരുട്ടി കളയുന്നവരും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരെയും ജനറലൈസ് ചെയ്യാൻ പാടില്ലല്ലോ. ബൈ ദ വേ, നമ്മുടെ കപ്പ് കേക്കിലും ബാക്കിൽ വെക്കുന്ന പേപ്പറിലും ഒരേ ഷേപ്പിൽ ഇതേപോലെ ഒരു ഹോൾ വേണം കേട്ടോ. എങ്കിലും ഇതൊരു വർക്കിംഗ് മോഡലാവും. ബൈ ദ വേ, നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനും ഒന്നും മറക്കല്ലേ. നമ്മുടെ വീഡിയോസിൽ ആക്ടിവിറ്റി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ഇതേപോലെ വേണ്ട സാധനങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുന്നേ. നമുക്കുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലാത്തവർക്ക് സെല്ലോ ടേപ്പോ സാധാ പശയോ 4 മൂലയ്ക്ക് ഒട്ടിച്ചാണെങ്കിലും ഇത് നമുക്ക് എടുക്കാൻ പറ്റും. സെന്ററിൽ മാത്രം പശ വെച്ച് ഒട്ടിച്ച് വെക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യമൊക്കെ ഇതിന് പുറത്തേക്ക് വരാൻ ഇച്ചിരി തടസ്സം ഉണ്ടെങ്കിലും സ്പീഡിൽ അത് കണ്ടിന്യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഓക്കെ ആവും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഇടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ നന്നായിരിക്കും കേട്ടോ. ഇതൊക്കെ ചെയ്യുന്നതെന്ന് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ. നമ്മുടെ ഈ ചാനലിൻ്റെ അതേ പേര് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലും. സെർച്ച് ചെയ്താൽ കിട്ടും. അല്ലാതെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. എനിവേ, നമ്മുടെ ഈ സിമ്പിൾ കാർഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.